പ്രശ്നം ഇന്ന് രാവിലെ എഴുന്നിട്ടില്ല, വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റപ്പം അപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോഴത്തേക്കും എന്തെങ്കിലും പുറത്തിറങ്ങി, അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു അട വാങ്ങി. പക്ഷെ ഇതെങ്ങനെ പൊളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വല്ലാത്തൊരവസ്ഥ. ഇത് ഞാൻ കീറിപ്പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്ഥലം കാണിച്ചു തരാം. എനിക്കെന്തോ ഭയങ്കര ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് തോന്നുന്നത്. ഭയങ്കര ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് തോന്നുന്നത്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ആക്ച്വലി ബ്രോഡ്വേയിലേക്ക് പോകുകയാണ്. നമ്മുടെ ജ്വല്ലറീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. നമ്മുടെ ഓണം കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ബ്രോഡ്വേയിലേക്ക് പോയത്. ഞാൻ കുറച്ച് മോഡൽസൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് എക്സ്ട്രാ എനിക്കല്ലാണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അത്യാവശ്യം ഡിസൈൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനവും എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഒരു ഹാൻഡ് മെയ്ഡ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, നമ്മൾ ചില സമയത്ത് നമ്മൾ ഓരോ കളർ തപ്പിപ്പോകുമ്പോൾ കിട്ടത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ കുറേ ഇച്ചിരി വെസ്റ്റേൺ വേണം, പക്ഷെ എന്നാലും നാടൻ ടൈപ്പ് വേണം. അങ്ങനത്തെ കുറേ ജ്വല്ലറീസ് നമുക്ക് സ്റ്റോറിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അഥവാ കിട്ടിയാൽ തന്നെ നല്ല റേറ്റും ആയിരിക്കും. പക്ഷെ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് ഭയങ്കര റേറ്റ് കുറവില്ല. എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറച്ച് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ച ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കടയിലെ ചേട്ടന്മാരാണ്. ആ ചേട്ടന്മാരെ എൻ്റെ അടുത്ത് ചോദിച്ച് യൂട്യൂബിലൊക്കെ വരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഫേമസ് ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പോകുന്നവർക്ക് നല്ല അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു പയ്യെ തിരിച്ചു പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കാണും. എനിക്ക് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണം, അതാണ് എൻ്റെ ഹോബി, എൻ്റെ നേരം പോക്ക് അതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ ചെന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ബ്രോഡ്വേ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ രണ്ടായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ആൻഡ് അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെയും അതുപോലെ തന്നെ മാലയുടെയൊക്കെ കളക്ഷനിൽ കൂടെ വെക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചത്, എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ കോയിലാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഈ ഒരു ബീഡാണ്. ഫുൾ ബ്ലാക്കാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ബീഡ്സിൻ്റെ ഒരു മാല. ഈ കടയിൽ നിന്നാണ് മറ്റേ ചേട്ടൻ കാണിച്ചത്. ഞാൻ ഒരു ചേട്ടനെ കാണിച്ചില്ലേ, ആ ചേട്ടൻ്റെ ഷോപ്പിൽ നിന്നാണത് നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒന്ന് ഈ ഒരു ചെയിനാണ്. പിന്നെ ആക്ച്വലി 1 മീറ്റർ ഉണ്ട്, നമുക്ക് കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ വരുന്നത് ഈ ഒരു സംഭവം, ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. എനിക്കിതിൻ്റെ പേര് ഇപ്പോഴും അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ഇത് അവിടെയൊക്കെ ചോദിച്ച് വാങ്ങിച്ച സാധനമാണ്. പിന്നെ 2 കളർ ബീഡ്സാണിത്. പിന്നെ നമ്മുടേത് ഈ ഒരു ഷെയ്ഡ് ബീഡ്. ഇത് ആക്ച്വലി വലിയൊരു ക്രിസ്റ്റലാണ്, അതിൻ്റെ മാലയാണ്, വലിയ ക്രിസ്റ്റലിൻ്റെ മാലയാണിത്. ഈ ഒരു കൊളുത്തും പിന്നെ ഈ ഒരു കണ്ണ്. ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കിയത് എന്നുകൂടെ ഞാൻ കാണിച്ചു തരാം.